ജയിൽ ചാട്ടവും സംഘർഷവും മർദ്ദനവും മറ്റും വാർത്തയാകുന്ന ജയിലുകളിൽ നിന്ന് ചപ്പാത്തി നിർമ്മാണവും ജൈവകൃഷിയും സോളാർ ഊർജ്ജോൽപാദനവും വാർത്തയായി മാറി എന്നതാണ് കഴിഞ്ഞ വർഷങ്ങളുടെ പ്രത്യേകത. ഈ മാറ്റത്തിന് പിന്നിലെ നിർണായക വ്യക്തിത്വമായിരുന്നു DGP അലക്സാണ്ടർ ജേക്കബിൻ്റേത്. പരന്ന വായനയും ഉയർന്ന ചിന്തയുമുള്ള അദ്ദേഹം തടവുകാരെ ശുദ്ധീകരിക്കണമെന്ന വാദക്കാരനായിരുന്നു. ജയിലിൽ ചെണ്ട പരിശീലനത്തിന് നേതൃത്വം നൽകിയ പ്രകാശൻ തൻ്റെ അനുഭവം പറയുന്നു. മാനസികമായ മാറ്റം മാത്രമല്ല, മനസ്സിലാക്കണം, അവരുടെ നാട്ടിൽ അവരെക്കുറിച്ചിട്ടുണ്ടായിരുന്ന ഒരു മൈനസ് പോയിന്റ് മാറ്റി. പുതിയ മാറ്റങ്ങൾ തടവുകാരുടെ മാനസികാവസ്ഥയെയും ജയിൽ അന്തരീക്ഷത്തെയും മാറ്റിയതായി മുൻ ജയിൽ വെൽഫെയർ ഓഫീസർ ചന്ദ്രമോഹനും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ചപ്പാത്തിയും ഒക്കെ വന്നതെന്ന് തന്നെ അവർക്ക് നല്ലവണ്ണം ജോലി ചെയ്ത് അവർക്ക് കുറച്ച് ഈ വേജസ് തന്നെ ഇപ്പോൾ ചപ്പാത്തി ജോലി ചെയ്യുന്നതിന് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ അവർക്കൊരു സംതൃപ്തിയുണ്ട്. ജയിൽ വാർഡേഴ്സ് എല്ലാം ഇപ്പം ശരിക്കും നല്ല രീതിയിലാണ്. ഇവൻ വലിയ ആൾക്കാരാണെങ്കിൽ ചിലപ്പം പിന്നെ ചേട്ടാന്നൊക്കെ വിളിക്കുന്നവർ പോലും ഉണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ അവരോടുള്ള സമീപനം മാറി എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. പൂജപ്പുര സെൻട്രൽ ജയിൽ ഉൾപ്പെടെയുള്ള ജയിലുകളിലേക്ക് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠനയാത്ര വരാൻ തുടങ്ങിയത് ഈ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ്. രാഷ്ട്രീയ വിവാദങ്ങളിൽ ബലിയാടായി സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുമ്പോഴും ആത്മസംതൃപ്തിയോടെയാണ് അലക്സാണ്ടർ ജേക്കബ് ജയിൽ ആസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.